സൗദി അറേബ്യയിലെ നജ്റാനിൽ ഹൂതി ആക്രമണം 11 പേർക്ക് പരിക്കേറ്റു. 7 സൗദി പൗരന്മാർക്കും 4 വിദേശികൾക്കുമാണ് പരിക്കേറ്റത്. സൗദിക്കെതിരെ ഹൂതികളും ഇറാഖി മിലിഷ്യകളും ഇറാന്റെ മേൽനോട്ടത്തിൽ ഗൂഢാലോചന നടത്തുന്നതായി രഹസ്യാന്വേഷണ റിപ്പോർട്ടുണ്ട്. അതേസമയം യമനിലെ ഔദ്യോഗിക സർക്കാരിന്റെ സൈനിക ക്യാമ്പുകളിലേക്കും ഹൂതികളുടെ ആക്രമണം നടന്നു. യമനിലെ മറീബ്, ഹദ്രമൗത്, റുവൈക്ക്, അൽ അബർ, അൽ താനിയ എന്നിവിടങ്ങളിലാണ് ഹൂതികൾ ഡ്രോൺ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയത്. നിരവധി പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. ആക്രമണത്തെ ആരോഗ്യമന്ത്രി ഖാസിം ബഹിബാഗ് ശക്തമായി അപലപിച്ചിരുന്നു. രാജ്യത്തിന്റെ സുരക്ഷയും സ്ഥിരതയും തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വഞ്ചനാപരമായ ആക്രമണം നടത്തിയതെന്ന് അദ്ദേഹം ആരോപിച്ചു. എന്നാൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കൃത്യമായ എണ്ണം അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല. ആക്രമണത്തെ അപലപിച്ച് യമനിലെ US എംബസി രംഗത്തെത്തി. ആക്രമണത്തിൽ നിരവധി സൈനിക ക്യാമ്പുകളും സൈനികരുടെ താവളങ്ങളും ആയുധ വെടിക്കോപ്പ് ശേഖരങ്ങളും തകർത്തതായും ഹൂതികൾ അവകാശപ്പെട്ടു. കിഴക്കൻ യമനിലെ നിരവധി സൈനിക വാഹനങ്ങളും ആക്രമണത്തിൽ തകർത്തതായാണ് ഹൂതികൾ അവകാശപ്പെടുന്നത്. ആക്രമണത്തിൽ ആളപായവും വസ്തുനാശവും ഉണ്ടായതായി നേരത്തെ എമർജൻസി ഫോഴ്സസ് അറിയിച്ചിരുന്നു. എങ്കിലും ഹൂതികളുടെ അവകാശവാദത്തോട് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.